ജ്യോതിക, CJP സമരം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷത്തിന്റെ ഒരു വാർത്ത കൂടെ വരികയാണ്. 100ഓളം ഭക്ഷണ പൊതികൾ ആ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതും അജ്ഞാതരാണ്, സംഭവ സ്ഥലത്ത് എത്താത്ത കുറേ മനുഷ്യർ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാ ചെയ്യുന്നൊരു പ്രവൃത്തി അല്ലേ? തീർച്ചയായും കൃഷ്ണേന്ദു, അത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം എല്ലാവർക്കും ഡൽഹിയിൽ എത്തിയിട്ട് ഈ ഒരു സമരത്തിന് പങ്കെടുക്കാനോ മറ്റോ ഒന്നും സാധിക്കണം എന്നില്ല. അവരുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ മറ്റു പല കാരണങ്ങൾ നമുക്ക് പോലും പങ്കെടുക്കണമെന്ന് മനസ്സിൽ തോന്നിയാലും അവിടെ എത്താൻ പറ്റണം എന്നില്ല. പക്ഷെ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ അവർ കണ്ടുപിടിച്ച ഒരു മാർഗം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് കഴിയും വിധം ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുത്ത മാർഗം അത് വളരെ ഒരുപാട് പേർ അല്ലെ, യുവാക്കളും വിദ്യാർത്ഥികളും ഒന്നടങ്കം പല ഭാഗത്തുനിന്നൊക്കെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തുനിന്ന് എത്തി. വളരെ തിരക്കനുഭവപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഈ പുതിയ വാർത്തകളൊക്കെ അനുസരിച്ച് 16ഓളം മെട്രോ സ്റ്റേഷനുകളൊക്കെ അടച്ചു. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനൊക്കെ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്തൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള തടിച്ചുകൂടിയ സമരത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ആളുകളിലേക്ക് അത്യാവശ്യമായിട്ട് ഒരു സഹായ ഹസ്തം എന്ന വണ്ണം കൊടുക്കുന്നു. അതില് ഞാനൊരു കുറിപ്പ് വായിച്ചിരുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നത് ഡെലിവറി പാർട്ട്ണറോട്, സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറോട് പറയുക, ഇത് ആവശ്യമുള്ള ആരുടെങ്കിലും കയ്യിലേക്ക് എത്തിക്കൂ, ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാത്ത ആരുടെങ്കിലും കയ്യിലേക്ക് എത്തിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതും മുംബൈ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, മുൻകൂട്ടി പണം അടച്ച് ഓർഡർ ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായ അല്ലെ, മനുഷ്യ മനസാക്ഷി എത്ര രസമാണെന്ന് തോന്നിപ്പോകുന്ന വാർത്തകൾ. കൂടാതെ അത് അവിടെ സമരം ചെയ്യുന്നവർക്ക് കൂടി ഒരു വലിയ സഹായമാണ്. കാരണം അവരുടെ ജോലിയും അവരുടെ തിരക്കുകളും മാറ്റിവെച്ച് അവിടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകാം. വേണ്ട രീതിയിൽ ഭക്ഷണം വാങ്ങാൻ കാശില്ലാത്തവർ കൂടി ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതും മറ്റും ഉണ്ടാകാം. അവർക്ക് കൂടി ഈ ഭക്ഷണം ഏറെ ആശ്വാസകരമാണെന്നുള്ളത് വളരെ. പക്ഷേ CJP ഇന്നലെ ട്വിറ്ററിലൂടെ അറിയിച്ചത് പ്രകാരം ഇനി വേണ്ട, ഭക്ഷണം ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല, ലഭ്യം ആയിട്ടുണ്ട് എല്ലാം തന്നെ, അതുകൊണ്ട് വേണമെങ്കിൽ ഇനി പറയാം എന്നുള്ള രീതിയിൽ അവരുമായ സഹായത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരോടും സഹായം അറിയിച്ച എല്ലാവരോടും നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് CJP ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാജ്യതലസ്ഥാനത്ത് നിസാരമായിട്ട് ചുമ്മാ ഒരു പ്രതിഷേധം എന്നതിലുപരി വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്ലാൻഡ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആവശ്യ വസ്തുക്കളെല്ലാം അവിടെ ലഭ്യമാണ്. അങ്ങനെയും കൂടെ ഇതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അതില് മറ്റു ജനങ്ങളുടെയും കൂടെ ഒരു കരുതൽ സ്പർശം എന്ന് പറയുന്നത് രസകരമായിട്ടല്ലേ. അതിനിടയിൽ അവിടുത്തെ പോലീസുകാരുടെ ക്രൂരത കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. അവിടെ കുടിവെള്ളം പോലും എത്തിക്കുന്നതിൽ നിന്ന് പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഭക്ഷണം ലഭിക്കുന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ് അവിടെയുള്ളവർക്ക്. കാരണം നമ്മുടെ ജീവൻ നിർത്തിയിട്ട് വേണം നമുക്ക് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ആ ഒരു സമരം മുന്നോട്ട് പോകേണ്ടത് കൂടി. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മള് നിരന്തരം സംസാരിക്കുന്ന ഇപ്പോൾ വലിയ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഇതിനെ വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുക്കാത്തൊരു സമയത്താണ്. പക്ഷെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നു എന്നുള്ളത് ഭാവിയുടെ തന്നെ ഒരു ഭദ്രതയ്ക്ക് ഉതകുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ടാകും. അതുപോലെ ഓരോ സാധാരണക്കാരനും ഓരോ സാധാരണ ജനങ്ങളും ഇത് ഏറ്റെടുത്തു എന്നുള്ളതും ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ജന്തർ മന്ദറില് കഴിഞ്ഞ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരമൊക്കെ അതിന് മുന്നോടിയായി തന്നെ അവര് 20-ാം തീയതി വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു എന്നതുൾപ്പെടെ വലിയ മാധ്യമങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെയും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തെ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ സമയത്തും രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം നമ്മളിത് കൊണ്ട് മനസ്സിലാക്കി. കൃഷ്ണേന്ദു, ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഇന്നലെ ചില റീൽസിലൊക്കെ കാണുകയുണ്ടായി. പല മുഖ്യധാരാ മാധ്യമങ്ങളും അവിടുത്തെ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിലവിലുള്ള അവസ്ഥ റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പല സമര അനുകൂലികളും സമര
എന്താണ് സമരം ചെയ്യുന്നവരും എന്താണ് അത്തരം മാധ്യമ പ്രവർത്തകരെ, റിപ്പോർട്ടറുകളെ കൂകി വിളിച്ചുകൊണ്ട് എന്താണ് അവരെ പറഞ്ഞു ഓടിച്ചു വിടുന്ന ഒരു അവസ്ഥ മീഡിയ എന്നാണ് വിശേഷിപ്പിക്കേണ്ടായിരുന്നത്. അതായത് രവീഷ് കുമാറാണ്, ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രവീഷ് കുമാറാണ് ആ ഒരു വാക്ക് തന്നെ കോയിൻ ചെയ്തത് എന്ന് പറയാം. അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഭരണകൂടത്തിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെയൊന്നും ശബ്ദമുയർത്താത്ത മീഡിയ ഉണ്ടല്ലോ, അവരെയാണ്, അതായത് ഒരു ചായ്ന് നിന്നുകൊണ്ട്, ഭരണകൂടത്തെ ചായ്ന് നിന്നുകൊണ്ട് അവർക്ക് അവരുടെ എല്ലാ തെറ്റായ നയങ്ങളെയും വായു മൂടിക്കെട്ടിക്കൊണ്ട് നിലനിൽക്കുന്ന മാധ്യമങ്ങളുണ്ട്. അവരെയാണ് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തന്നെ ഈ റാലിക്ക് പോകുമ്പോൾ തന്നെയും ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കൂകി വിളിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം രാജ്യത്തെ തന്നെ പൊള്ളുന്നൊരു വിഷയമാണ്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോലീസിന്റെ നരനായാട്ടും എന്നൊക്കെ സൂചിപ്പിച്ച എല്ലാവരും ഇതിനോട് പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ വായടയ്ക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത. തീർച്ചയായും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ജനാധിപത്യ രീതിയിലായിരിക്കണം. ഭരണകൂടത്തെ അന്ധമായി വിശ്വസിച്ച് അല്ലെങ്കിൽ അന്ധമായി ഭരണകൂടത്തിന്റെ ഒപ്പം നിൽക്കുന്നതിൽ, അതും ജനാധിപത്യത്തിന്റെ നാലാമതായി പ്രവർത്തിക്കുന്നത് തീർച്ചയായും അത് വളരെ മോശമായുള്ള പ്രവണതയാണ്. അതിനെതിരെയും സമരാനുകൂലികളും സമരം ചെയ്യുന്നവരും ഒക്കെ തിരിയുന്നതിൽ വളരെ വലിയൊരു പങ്കുണ്ട് അതിന്. അതെ, ഇപ്പോ ഈ സഹായ ഹസ്തത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഇതില് ഭക്ഷണം ഉൾപ്പെടെ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയിട്ടുണ്ട് എന്ന് കണക്കാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഓരോ ജനങ്ങളും അത് ഏറ്റെടുത്തു എന്ന് കൂടി നമുക്ക് പറയാം. ആദ്യമായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വന്നപ്പോൾ പലരും അതിനെ കളിയാക്കുകയും വിമർശിക്കുകയും ഇതൊക്കെ എത്ര കാലം ഉണ്ടാകുമെന്നും അങ്ങനെ പല രീതിയിൽ അവരെ കളിയാക്കി വിമർശിച്ചവരുണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് രാജ്യത്തെ ഇന്ന് പിടിച്ചുലക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു ചർച്ചകളക്കം സൃഷ്ടിച്ച ഒരു പാർട്ടിയായി മാറുകയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോ പുതിയൊരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പുതിയൊരു ഭാഗമായിട്ട് വരുന്നത് നമുക്ക് ഓൺലൈൻ വഴി ആ ഒരു സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റിൽ ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് പെറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് വരെ അത് വികസിച്ചു വന്നു എന്നുള്ളതും വലിയൊരു മുന്നേറ്റം തന്നെയാണ്. എന്തായാലും CJP നടത്തിയിട്ടുള്ള ഈ ഒരു മുന്നേറ്റം അത് പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഇപ്പൊ വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ അവരൊക്കെ ഏറ്റെടുക്കാൻ ഒരു പക്ഷെ മടിച്ച ഒരു സംഗതിയായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. എന്നിരുന്നാൽ കൂടിയും CJP സമരം നടത്തുന്ന പശ്ചാത്തലത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നുണ്ട്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ സമയത്താണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും അറിയപ്പെടാത്ത മനുഷ്യർക്ക് വേണ്ടി, അജ്ഞാതർക്ക് വേണ്ടിയിട്ട് 100ഓളം ഭക്ഷണപ്പൊതികൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മുൻകൂട്ടി പണം അടച്ചെത്തിക്കുന്നു. അപ്പോൾ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുമ്പോഴും രാജ്യം ഇതിനൊക്കെ സംസാരിക്കുന്ന സമയത്തും ഒരു കരുതൽ സ്പർശം എന്ന വണ്ണം നമുക്കിതിനെ കണക്കിലാക്കാൻ സാധിക്കും.